താങ്കൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള കൺസെപ്റ്റിലെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കറണ്ട് മാർക്കറ്റിലെ 30-40-50% നഷ്ടത്തിലായ വ്യക്തിയാണ്. അല്ല, താങ്കൾ ഷോർട്ട് ടൈം എന്നുള്ള കൺസെപ്റ്റിലെ സ്റ്റോക്ക് മേടിച്ചിട്ട് ലോങ് ടൈമിലേക്ക് അൺഫോർച്ചുനേറ്റ്ലി സ്റ്റോക്കിനെ ഷിഫ്റ്റ് ചെയ്യേണ്ട അവസ്ഥയിലുള്ള വ്യക്തിയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റ് എക്സ്ട്രീംലി വോളറ്റൈലാണ്. താങ്കൾക്ക് അതുകൊണ്ട് തന്നെ താങ്കൾക്ക് അൾട്രാ ഷോർട്ട് ടൈം എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ സമീപിക്കാവുന്നതാണ്. ബാച്ച് അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാൻ സെബി റിസർച്ച് അനലിസ്റ്റാണ്. ഞാൻ NISM സർട്ടിഫൈഡ് പ്രൊഫഷണലാണ്. ഞാൻ BSc എൻറോൾഡ് റിസർച്ച് അനലിസ്റ്റാണ് വിത്ത് 33 years ഓഫ് മാർക്കറ്റ് എക്സ്പീരിയൻസ് ആണ്. അൾട്രാ ഷോർട്ട് ടൈം എന്ന് പറയുന്നത് എൻ്റെ ഓൺ റിസർച്ചാണ്. ശരിക്കും എല്ലാം എൻട്രിയും എക്സിറ്റും വിത്തിൻ 2 to 5 days മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ prosip23@gmail.com മെയിൽ അയച്ചാൽ ഞാൻ ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും. ബാച്ച് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് ബേസിക്കലി ആരാണ് ട്രേഡ് വാറിൽ ഫസ്റ്റ് ബ്ലിങ്ക് ചെയ്യാൻ പോകുന്നുള്ള ചോദ്യത്തിൻ്റെ പുറത്താണ് നമ്മുടെ ഈ വീഡിയോ. സോ ഞാൻ ട്രേഡ് വാറിനെ കുറിച്ചൊന്നും പറയുന്നില്ല, നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ചില പോയിൻറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യം ആൾക്കാർ ശ്രദ്ധിക്കാത്ത ചില പോയിൻറ്റ്സാണ്. ട്രേഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് US ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടാണ് ട്രേഡ് വാർ സ്റ്റാർട്ട് ചെയ്തത്. US പാസ് ഓൺ എ വെരി സ്ട്രോങ് വിക്കറ്റിലായിരുന്നു ശരിക്കും. കാര്യം US കംപ്ലീറ്റ് അവർ എസെൻഷ്യൽ കൺസ്യൂമർ സ്റ്റേപ്പിൾസൊക്കെ അവർ മോർ ദാൻ എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റി അവർ ഹോൾഡ് ചെയ്തു. രണ്ടാമത്തെ കാര്യം, വളരെ പ്രിപ്പയർഡ് ആയിട്ടാണ് അവരുടെ US സ്റ്റേറ്റ് അതായിരുന്നു. കാര്യം ഹ്യൂജ് ട്രേഡ് ഡെഫിസിറ്റുള്ള കൺട്രിയാണ്, ലോകത്തിലെ ഏറ്റവും കടമുള്ള കൺട്രിയാണ്. നാച്ചുറലി US ഇവരെ സ്റ്റെപ്സ് ഇല്ല ട്രേഡ് വാറിൽ പോകാൻ ഉള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബേസിക്കലി അവരെ സംബന്ധിച്ച് മറ്റുള്ള കൺട്രീസിനേക്കാൾ ഉപരിയായിട്ട് ചൈന ബ്ലിങ്ക് ചെയ്താൽ മാത്രമേ US ട്രേഡ് വാറിൽ സക്സസ് ഉണ്ടാകത്തുള്ളൂ. കാര്യം ചൈനയുമായിട്ടാണ് US ഹ്യൂജ് ഏറ്റവും വലിയ ട്രേഡ് ഡെഫിസിറ്റ് ഉള്ളത്. പക്ഷേ ചൈനയുടെ അവസ്ഥ ട്രേഡ് വാർ തുടങ്ങിയപ്പം വളരെ വീക്കായിരുന്നു. കാര്യം ചൈനയിൽ ഡിമാൻഡ് വീക്കായിപ്പോയി, ഹ്യൂജായിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റ് ഇഷ്യൂ, ചൈന ഫാക്ടറീസിലെ കച്ചവടം വലുതായിട്ട് നടക്കുന്നില്ലാത്തതിൻ്റെ ഇഷ്യൂ ഒക്കെ വന്നതോടുകൂടി ചൈനയുടെ അവസ്ഥ വളരെ വീക്കായിരുന്നു ട്രേഡ് വാർ തുടങ്ങിയ സമയത്ത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ബ്ലിങ്ക് ഒന്നും ചൈനയുടെ സൈഡിൽ സോഫാർ വന്നിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ആഴ്ച പീപ്പിൾസ് ഡെയിലി, ചൈനയുടെ പേപ്പറായിട്ടല്ല, പീപ്പിൾസ് ഡെയിലി ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു കഴിഞ്ഞ 8 കൊല്ലത്തെ US ട്രേഡിൻ്റെ റിച്ച് എക്സ്പീരിയൻസിൻ്റെ പുറത്ത് ചൈന വളരെ സൈലൻ്റായിട്ട് US ഡിപ്പെൻഡൻസി കുറച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു കഴിഞ്ഞ 7 കൊല്ലമായിട്ട്. 2018 ചൈനയുടെ എക്സ്പോർട്സ് ടു US 19.2% ആയിരുന്നെങ്കിൽ 2024 അത് 14.7% ആയിട്ട് കുറയ്ക്കാൻ ചൈനയ്ക്ക് സാധിച്ചു. സംതിങ് അറൗണ്ട് ക്ലോസ് ടു 28% US എക്സ്പോർട്ട് ചൈനയ്ക്ക് കുറയ്ക്കാൻ സാധിച്ചത്. എങ്ങനെയാണ് ചൈന കുറച്ചത്? ചൈന ഈ കഴിഞ്ഞ 8 കൊല്ലത്തിനുള്ളിൽ ധാരാളം കൺട്രികളുമായിട്ട് ചൈന വലിയൊരു പാക്റ്റിലേക്ക്, വലിയൊരു എഗ്രിമെൻറ്റിലേക്ക് വരികയും പല കൺട്രികൾക്ക് ചൈന ഹ്യൂജ് ലോൺ കൊടുക്കുകയും ചെയ്തു. ചൈനയുടെ ലോൺ മേടിച്ച കൺട്രികളൊക്കെ തന്നെ ചൈനയുടെ കംപ്ലീറ്റ് സ്വാധീനത്തിലായി മാറി. ആ കൺട്രികളുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ചൈനയുടെ കയ്യിലേക്ക് മാറിയൊരവസ്ഥയാണ് ഇന്ന് സംഭവിച്ചത്. ഇത് ചൈനയുടെ ക്രിട്ടിക്കൽ പ്ലാനിങ്, കഴിഞ്ഞ 8 കൊല്ലം മുമ്പുള്ള ക്രിട്ടിക്കൽ പ്ലാനിങ്ങിൻ്റെ ആർട്ട് എഫക്റ്റാണ് നമ്മളിന്ന് കാണുന്ന ഈ ഒരു ചേഞ്ച് ചൈനയെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് US വലിയ ഡിപ്പെൻഡൻ്റ് അല്ല എന്നുള്ള അവസ്ഥയിലേക്ക് ചൈന പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ US അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നൊരു കൺട്രിയും ചൈനയായിരുന്നു. പക്ഷേ ശ്രദ്ധിക്കണം, സോയാബീൻ, ചൈന ഏറ്റവും കൂടുതൽ US ഇമ്പോർട്ട് ചെയ്യുന്ന സോയാബീൻ ചൈന US സ്ഥാനത്ത് നിന്നും ചൈന അത് ബ്രസീലിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ് ട്രേഡ് വാർ തുടങ്ങിയതിന് ശേഷം. നമ്മൾക്കറിയാം US 145% ചൈനയുടെ മേളിൽ ചുമത്തിയിരിക്കുന്നത് ട്രേഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിൻ്റെ അകത്ത് 2-3 കാര്യങ്ങളൂടെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതായത് US എന്ന് വെച്ചാൽ ഏറ്റവും കടമുള്ള കൺട്രിയാണ് അല്ലേ, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. US കടപ്പത്രങ്ങൾ ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന കൺട്രി ജപ്പാനാണ്. ശരി, ജപ്പാൻ കഴിഞ്ഞാൽ സംതിങ് അറൗണ്ട് $770 ബില്യൺ വർത്ത് ഓഫ് കടപ്പത്രങ്ങളാണ് US ചൈന ഹോൾഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് സെക്കൻഡ് ബിഗസ്റ്റ് ആയിട്ടുള്ള കൺട്രിയാണ് ജപ്പാൻ കഴിഞ്ഞിട്ട് US കടപ്പത്രങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സെക്കൻഡ് ബിഗസ്റ്റ് കൺട്രിയാണ് ചൈന എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ചൈനയ്ക്ക് ട്രേഡ് വാറിൽ ചൈനയ്ക്ക് തട്ടുകേട് എന്തെങ്കിലും സീരിയസ് ആയിട്ട് സംഭവിക്കുകയാണെങ്കിൽ, ഓൾറെഡി ചൈനീസ് ഫാക്ടറീസിലൊക്കെ അൺഎംപ്ലോയ്മെൻറ്റും അൺട്രസ്റ്റും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, ഹ്യൂജ് പൈലിംഗ് സ്റ്റോക്കൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ചൈന ഗത്യന്തരമില്ലാത്തൊരവസ്ഥയിൽ ചൈനയ്ക്ക് വേണമെങ്കിൽ ഈ കടപ്പത്രങ്ങളെ എടുത്ത് ചൈനയ്ക്ക് എന്താ പറയേണ്ട വാല്യൂവിനെ കണ്ട് താത്തി മാർക്കറ്റിൽ വിറ്റിട്ട് ഡോളറിനെ ഡീവാല്യൂ ചെയ്യാനുള്ള ചൈനയ്ക്ക് കപ്പാസിറ്റി ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇതാണ് ചൈനയുടെ ലിവറേജ് ട്രേഡ് വാറിൽ വരുന്ന സമയത്ത്. അറ്റ് പ്രസൻറ്റ് ചൈനയുടെ ഏറ്റവും വലിയ ലിവറേജ് ഈ ഒരു ഇഷ്യൂ തന്നെയാണ്. ചൈന അങ്ങനെ ചെയ്യത്തില്ലെന്നാണ് പൊതുവേ ഉള്ളൊരു വിശ്വാസം. കാരണം വേൾഡ് മാർക്കറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള
ട്രേഡിംഗ് കറൻസി ഡോളർ ആയതുകൊണ്ട് തന്നെ ഡോളറിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചൈന ചെയ്യാൻ സാധ്യതയില്ല. ചൈന ഒരിക്കലും യുവാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കാത്തൊരു കൺട്രിയാണ്. കാരണം ചൈനയ്ക്ക് യുവാൻ സ്ട്രോങ് ആയി നിൽക്കുന്നതിനേക്കാളും ചൈനയ്ക്ക് താല്പര്യം ഡോളറിൽ നിന്ന് കാശുണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ലിവറേജ് ഉണ്ടെങ്കിൽ പോലും ചൈന അങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് പ്രതീക്ഷിക്കാൻ അറ്റ് പ്രസന്റ് മാർക്കറ്റിൽ സാധിക്കത്തില്ല. പക്ഷേ ഗത്യന്തരം ഇല്ലാതെ വരുവാണെങ്കിൽ ചൈന ഏത് സ്റ്റെപ്പിലേക്ക് പോകുന്നുള്ള കാര്യം നോ ബഡി ക്യാൻ പ്രെഡിക്റ്റ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ആഴ്ച ABC ന്യൂസിനോട് പറഞ്ഞു US മാനുഫാക്ചറിംഗ് തിരിച്ചു വരണം, അതാണ് US ക്യാപിറ്റൽ തിരിച്ചു കൊണ്ടുവരണം, ഇതൊക്കെയാണ് ട്രേഡ് വാർ കൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ചലഞ്ചിങ് ഫാക്ടർ എന്ന് വെച്ചാൽ US എന്ന് പറയുന്നത് തന്നെ ഹ്യൂജ് ക്യാപിറ്റൽ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള കൺട്രിയാണ്, ചീപ്പ് ലേബറേ അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് രണ്ട് കാര്യങ്ങളും US സംബന്ധിച്ച് 2 ബിഗ് ചലഞ്ചസ് ആണ്. തിരിച്ച് ക്യാപിറ്റൽ കൊണ്ടുവരാമെന്നുള്ളതും അല്ലെങ്കിൽ US വലിയ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് തുടക്കം എന്നുള്ളതും. ഈ രണ്ട് ഇഷ്യൂ ആണ് US ഫേസ് ചെയ്യുന്നത് ഏറ്റവും വലിയ കാര്യം അറ്റ് പ്രസന്റ് മാർക്കറ്റിൽ. ട്രംപ് സോഫാർ ക്ലെയിം ചെയ്തിട്ടുണ്ട് 200 ഡീൽസ് ആയി കഴിഞ്ഞു എന്നുള്ളത്. പക്ഷേ 200 ഡീൽസ് ഇതുവരെ സൈൻ ചെയ്തിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ട്രേഡ് വാർ തുടങ്ങിയ സമയത്ത് ഇൻസിഡൻ്റലി യുഎസിൻ്റെ എല്ലാ അലൈസിൽ നിന്നും വളരെ മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈവൻ യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും കാനഡയാണെങ്കിലും മെക്സിക്കോ ആണെങ്കിലും എല്ലാ കൺട്രിയിൽ നിന്നും US ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ട്രേഡ് വാറിന് തുടക്കം മുതൽ സോഫാർ നമുക്ക് കാണാൻ സാധിച്ചത്. ഓക്കെ, ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ US ഇന്ത്യയുമായിട്ടും ജപ്പാനുമായിട്ടും സൗത്ത് കൊറിയയായിട്ടൊക്കെ എഗ്രിമെൻറ്റ്സിൽ വരുമായിരിക്കാം. എന്നാലും ചൈനയുടെ ബ്ലിങ്കിങ് വരാതെ US ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കലി ആ ട്രേഡ് വാറിൻ്റെ ഒരു എഫക്റ്റ് US കിട്ടാനുള്ള സാധ്യതകൾ കമ്പാരിറ്റീവ്ലി കുറവാണെന്നുള്ളതാണ് സത്യം. ട്രംപ് രണ്ട് രീതിയിലുള്ള ഇഷ്യൂസാണ് ഫേസ് ചെയ്യുന്നത്. ഒന്ന് US സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന കൺസ്യൂമർ സ്റ്റേപ്പിൾസ് ഒക്കെ താഴാൻ തുടങ്ങി. രണ്ടാമത്തെ കാര്യം മാർക്കറ്റ്സ് കഴിഞ്ഞ ഒരു 10 days ബാക്ക് US മാർക്കറ്റ് തകർന്ന കാഴ്ച നമ്മൾ കണ്ടതാണല്ലേ. മാർക്കറ്റ് തകർമ്പോൾ ആക്ച്വലി അവിടുത്തെ റിച്ച് പീപ്പിളിൻ്റെ അത് ഡിസ്പ്ലഷർ ഭയങ്കരമായിട്ട് അവിടുത്തെ ഭരണകൂടം ഫേസ് ചെയ്യുന്നുണ്ട്. ട്രംപും ഇത് തന്നെയാണ് ഫേസ് ചെയ്യുന്നത്. ഇവൻ ട്രഷറി ബോൺസ് പോലും വല്ലാത്ത ലെവലിലേക്ക് മാറി എന്ന് പറയുന്നത് നമ്മൾ കണ്ടാണ് ഈവൻ 2 weeks ബാക്ക്. April 1st വീക്കിനെക്കാളും റിസ്ക് ആപ്പിറ്റേറ്റ് അറ്റ് പ്രസൻറ്റ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട് വേൾഡ് മാർക്കറ്റിൽ. കാര്യം US ചൈനയും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ് വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള വലിയൊരു പോസിറ്റീവ് ന്യൂസ് ഫ്ലോയുടെ പുറത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് ചൈനയെ റീച്ച് ചെയ്യാനായിട്ടുള്ള പല കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ചൈനയുടെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസസ് സോഫാർ വളരെ കോൾഡാണ്. ചൈന സോഫാർ ഇതിനോട് ഒരു വളരെ അമിക്കബിളായിട്ടുള്ള സെറ്റിൽമെൻറ്റിലേക്ക് വരാനതിനെക്കുറിച്ച് ചൈന യാതൊരു വിധത്തിലുള്ള സയൻസും തന്നിട്ടില്ലെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അറ്റ് പ്രസൻറ്റ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ മാർക്കറ്റ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ യൂണിവേഴ്സിറ്റി ഓഫ് മിച്ചിഗൻ്റെ കൺസ്യൂമർ സെൻറ്റിമെൻറ്റ് ഇൻഡെക്സിൽ 11% ഡൗൺ ആണ് സംഭവിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് കൺസ്യൂമേഴ്സ് ഡിസപ്പോയിൻറ്റഡ് ആയി തുടങ്ങി അക്രോസ് US കൺസ്യൂമർ സെൻറ്റിമെൻറ്റ്സ് വീക്കായി തുടങ്ങിയെന്ന് പറയുന്നത് അത് ദാറ്റ്സ് നോട്ട് എ ഗുഡ് സൈൻ US സംബന്ധിച്ച്. അതുകൊണ്ടൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ലെവലിലുള്ള ബ്ലിങ്കിങ് ചൈനയുടെ സൈഡിൽ നിന്ന് വരാനുള്ള സാധ്യതകൾ അറ്റ് പ്രസൻറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. US ചൈന കൂടിയേ കഴിയുന്നുള്ള അവസ്ഥയിലാണ് അറ്റ് പ്രസൻറ്റ് കാര്യങ്ങൾ നീങ്ങുന്നത്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ US ചൈനയും അടുത്ത് തന്നെ ഒരു എഗ്രിമെൻറ്റിൽ എത്തിയിട്ട് രണ്ടുപേരും ഇൻഡിവിജ്വലി അവർ വിക്ടറി ക്ലെയിം ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എനിവേ നമ്മൾ കണ്ട കൺഫ്യൂഷനിൽ നിന്നും കുറച്ചൊക്കെ നമ്മൾ മാറുവാണെന്നോ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. എസ്പെഷ്യലി മെയ് മാസത്തിലെ കുറേ പോസിറ്റീവ് ഡെവലപ്മെൻറ്റ്സ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഡെവലപ്മെൻറ്റ്സ് വന്നാൽ വേൾഡ് മാർക്കറ്റിനെ വേൾഡ് എക്കോണമിക്ക് വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ആകുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.